വേദിയിലിരിക്കുന്ന എൻ്റെ പ്രവർത്തകരെ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെ, നമ്മൾ ഇപ്പോൾ അംബേദ്കർ അല്ലേ, നമ്മുടെ എന്താ പറയുക, ഭരണഘടന ശില്പിയുടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഇവരെ പോലെയുള്ള മഹാന്മാരുടെ ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ വരും തലമുറകൾക്കും ഇപ്പോൾ ഉള്ള തലമുറകൾക്കൊക്കെ നല്ല ഒരു പ്രചോദനമാകും. അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ ഭരണഘടന ശില്പിയുടെ ഒരു ജീവിത ശൈലി എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറകൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഞങ്ങൾ ദളിതർക്കൊന്നും ഇതുപോലെ ഒരു പൊതു വേദികളിലോ പൊതു റോഡുകളിലോ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലൊന്നും സഞ്ചരിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ മഹാനായ ഡോക്ടർ അംബേദ്കർ ജന്മമെടുത്തതും നമ്മുടെ ഈ ജാതി ഐത്ത സമൂഹത്തിൽ നിന്നും വളരെയധികം അദ്ദേഹത്തിൻ്റെ ജീവിതം ഞങ്ങളെ സമുദായത്തിന് വേണ്ടി ഒരു വ്യക്തി ആ വ്യക്തിയുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെക്കുക. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ അംബേദ്കറെ പോലുള്ളവർക്ക് വഴി നടക്കാനോ ഒരു സ്വതന്ത്രമായിട്ട് നമ്മുടെ ഇതുപോലെ സംസാരിക്കാനോ ഒന്നും പാടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും വളർന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ശില്പി ആവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ കഥകളും കൂടി നമുക്ക് അറിയണം. ഇപ്പൊ എനിക്കിവിടെ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് എൻ്റെ കുറച്ച് അറിവ്, വലിയ അറിവുകളും പഠിത്തമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇവിടെ എല്ലാവർക്കും എന്നെ അറിയുന്ന എൻ്റെ സ്വന്തം നാടാണ്. ചില അറിവുകൾ, ചെറുതായിട്ടുള്ള അറിവുകൾ നമ്മൾ ഈ ഒരു പൊതുപ്രവർത്തനമൊക്കെ ആവുമ്പോൾ എല്ലതും അറിയണം. അതിലുപരി ഏറ്റവും കൂടുതൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് നമ്മളെ മഹാനായ അംബേദ്കർ. ഏറ്റവും വേദനാജനകീയമായ ഒരു കാര്യം അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ ദാഹജലം പോലും ലഭിക്കാത്ത ഒരു സമയമുണ്ടായിരുന്നു. അവർ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അവസ്ഥയും അതിൽ നിന്ന് വ്യത്യാസമൊന്നുമല്ല. ഞങ്ങളെ ജാതിക്കാർക്ക് ഇപ്പൊ എവിടെയും കയറിച്ചല്ല, ഏത് സ്കൂളിലും നിന്ന് പഠിക്ക, എവിടെ കയറി ഇരിക്ക, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണേന്ന് ആരും ചോദിക്കൂല. അപ്പൊ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന ഞങ്ങളൊക്കെ ഒരു പിതാവാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന്റെ ആ ത്യാഗപൂർണമായ ജീവിതമില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഇന്ന് ഈ സ്ഥിതിയിൽ ഇവിടെ നിന്നിട്ട് നിങ്ങളെ മുഖത്ത് നോക്കിയൊന്നും ഞങ്ങൾ ഇത്ര ധൈര്യത്തോടെ വർത്താനം പറയില്ല. കാരണം അന്നത്തെ അതേ രീതി ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്? ഈ ദളിതരെന്നും അടിച്ചമർത്തപ്പെട്ട ഒരു വർഗമാണ്. അത് അടിച്ചമർന്ന് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു വ്യത്യാസവും ആ ദളിതരുടെ കാര്യത്തില് നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടില്ല. ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ കുറെയൊക്കെ ഈ ഐത്തം എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റിയെങ്കിലും ജാതിഭേദം ഒക്കെ കുറെയൊക്കെ പറയുമ്പോ മാത്രമേ ഉള്ളൂ കേട്ടോ. സ്വന്തമായിട്ട് കാര്യങ്ങൾ വരുമ്പോ ആ ജാതിഭേദമൊക്കെ ജാതി തന്നെ ഒതുങ്ങുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ കേരളത്തിൽ കുറെയൊക്കെ അങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കര ഭീകരമായി ഈ ജാതി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമ്മളൊക്കെ ഈ ഒരു വിധത്തിലെങ്കിലും നമുക്കൊരു മോചനം തന്നത് ഡോക്ടർ അംബേദ്കറെ പോലെയുള്ളവരും അയ്യങ്കാളിയെ പോലെയുള്ളവരൊക്കെ ജീവത്യാഗം ചെയ്ത് ആ പൊരുതി അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടതിന് വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ ഈ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യവും
ഇന്നത്തെ ഈ പൊതുവഴിയിലൂടെ നടത്തവും ഒക്കെ നമുക്ക് സാധ്യമാകാൻ കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് മഹാന്മാരുടെ ത്യാഗപൂർണമായ ജീവിതങ്ങൾ കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയോട്, എൻ്റെ മാതൃരാജ്യം എന്നെങ്ങനെ ഞാൻ ഇന്ത്യയെ പറയും? എൻ്റെ മാതൃരാജ്യം എന്ന് ഇന്ത്യയെ ഞാൻ പറയണമെങ്കിൽ എനിക്കതിനുള്ള സ്വാതന്ത്ര്യം വേണം. ജലം പോലും നഷ്ടപ്പെടുന്ന ഈ രാജ്യത്തിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മാതൃരാജ്യം എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു പരിധിവരെ നമ്മുടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടുകയും ആ ഇന്ത്യയിൽ നിന്നും പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുമ്പോൾ ഒരു കൂട്ടിലിട്ട കിളി നമ്മൾ തുറന്നു വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലത്തെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും അംബേദ്കറിന് ലഭിച്ചിട്ടുള്ളത്. അമേരിക്കൻ പഠനത്തിന് അംബേദ്കർ പോകുമ്പോ നമ്മളെ ഇവിടുന്ന് ജാതി അയിത്തം ഈ ഒരു മനസ്സിന്റെയും കൊണ്ട് പോകുമ്പോ അവിടെ ചെല്ലുമ്പോ സ്വതന്ത്രമായിട്ട് എവിടെയും കയറിയിരിക്കാം, എവിടുന്നും വെള്ളം കുടിക്കാം, എവിടുന്നും ഭക്ഷണം കഴിക്കാം. പക്ഷെ നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്നും ഈ അയിത്തം കൽപ്പിച്ച് വിട്ടു നിർത്തുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു മാതൃരാജ്യം എന്ന് നമ്മൾ എൻ്റെ രാജ്യത്തിനെ ഞാൻ പറയുന്നത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചു നോക്കുമ്പോ നമ്മളൊക്കെ പറയും ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇതാണ് എൻ്റെ മാതൃരാജ്യമാണ്. ആ ഇന്ത്യയിലാണ് നമ്മളെല്ലാവരും കുടികൊള്ളുന്നത്. ഈ ഇന്ത്യയിൽ ഇപ്പോഴും ഈ അയിത്തവും ഈ തീണ്ടലും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വേദനാജനകീയമായ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് കാണാനും അറിയാനും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നല്ല നമ്മുടെ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള നടക്കുന്നത്. പിന്നെ ഞങ്ങളെ ഈ ദളിതർക്ക് എത്ര ആൾക്ക് ഇതൊക്കെ അറിയാവുന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളെ ദളിതരെന്നും സംവരണ സീറ്റ് ഇപ്പൊ നമ്മുടെ ചാലിയാർ പഞ്ചായത്ത് സംവരണ സീറ്റാണ്, സംവരണ പ്രസിഡന്റാണ്. ഈ സംവരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അംബേദ്കർ ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാല് ദളിതരുടെ വോട്ടവകാശം ദളിതർക്ക് നൽകുക, അത് ദളിതന് മാത്രമായിട്ട് നൽകുക. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാവുകയും അതിന് ഗാന്ധിജി പോലും അതിനെ എതിർക്കുകയും അതിനുശേഷമാണ് എല്ലാവരുടെയും സമ്മർദ്ദം മൂലം ആ ഒരു ചിന്താഗതി ഉപേക്ഷിക്കുകയും പിന്നീട് അംബേദ്കർ കൽപ്പിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംവരണം, SC ST-ക്കാർക്കുള്ള സംവരണമെങ്കിലും നിങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെയാണ് ഇന്നിപ്പോ നമ്മുടെ ഈ ST സംവരണം എവിടെങ്കിലും ഒരു വാർഡില് SC-നെ ST-നെ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കാൻ നിർത്തുന്നത് എന്താണെന്നറിയോ? അംബേദ്കറുടെ ഈ ഒരു കടുംപിടുത്തം കൊണ്ടാണ് ഇന്ന് പുലയനായാലും പറയനായാലും പണിയനായാലും കണക്കനായാലും ഒരു ജനാധിപത്യ രീതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം തന്നെ അന്നത്തെ ആ ഒരു കടുംപിടുത്തം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു സംവരണ സീറ്റെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നും അന്നത്തെ അടിയാളുകളെ പോലെ തന്നെ നമ്മളും ഈ അടിയാളുകളായി ഇന്നും കഴിയേണ്ടി വരും. നമുക്ക് എവിടെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഇത്രയും നല്ലൊരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്നും നമ്മൾ ഇതിന് അടിച്ചമർത്തപ്പെട്ട ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ജാതി വിവേചനവും അതുപോലെ തന്നെ ഇപ്പോ അയിത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊന്നും നടക്കൂല, പോയി പണി നോക്കാൻ പറയണ കാരണം കൊണ്ട് അത് ആരും ഞങ്ങളോട് പറയണില്ല. ഈ ജാതി വിവേചനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണക്കാരനായ ആ ശില്പിയുടെ ഒരു ഓർമ്മപ്പെടുത്തല് നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കും തലമുറകൾക്കും എല്ലാവർക്കും നല്ല ഒരു ആശയങ്ങളും അതുപോലെ കുറച്ചൊക്കെ നമ്മൾ അംബേദ്കറെ കുറിച്ച് പഠിക്കാനും നമ്മുടെ മക്കളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും അതിന് മെനക്കെടണം. കുറച്ച് നേരമെങ്കിലും നമ്മുടെ മക്കളെ അതിനൊക്കെ പഠിപ്പിക്കണം. നമ്മുടെ ഈ ഇന്ത്യൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് അത് ഈ അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തുമാവാം, എന്തും ചെയ്യാം. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദളിതൻ, ആ ദളിതൻ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം ഉയരങ്ങളിൽ എത്തിയിട്ട് വേണം നമ്മുടെ
ഈ ഇന്ത്യ അങ്ങനെ ഒരു ദളിതനെ അംഗീകരിക്കാൻ എന്നുള്ളത് കൂടി നമ്മൾ ആയത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എവിടെയും ഒരു സ്വതന്ത്രമില്ലാത്ത ഒരു ദളിതനെ കൊണ്ട് നമ്മുടെ ഭരണഘടന എഴുതിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം ഇവരൊക്കെ തലകുനിച്ചിരിക്കേണ്ടി വരും എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പൊ അത്രയും ഉയരങ്ങളിൽ നിന്നും അത്രയും വിദ്യാഭ്യാസം നേടിയിട്ടും അത്രയും അറിവുകൾ നേടിയിട്ടും അത്രയും ത്യാഗം ചെയ്തിട്ടും ആണ് നമ്മുടെ ഈ ഭരണഘടന ശില്പിക്ക് ഈ ഒരു സൗഭാഗ്യം കയ്യിൽ വന്നത്. ഒരിക്കലും അങ്ങോട്ട് അന്വേഷിച്ചു പോയതല്ല, ഇങ്ങോട്ട് തേടി വന്നതാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മളെ ഇപ്പൊക്കെ ഞങ്ങളെ കുട്ടികൾക്ക് സ്കൂൾ പഠിക്കാനൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാവരും കൂട്ടത്തും പോയി പഠിക്കുക, എൻജിമേലൊക്കെ ഇരുന്ന് പഠിക്കുക, അവരെ കൊണ്ട് ചേർത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അംബേദ്കർ പഠിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ചാക്ക്, ആ ചാക്ക് മടക്കി കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ കൊണ്ടുപോകണം. ആ ചാക്ക് വിരിച്ചിട്ടാണ് അംബേദ്കർ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നത്. ആ ചാക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആ ചാക്കും കൊണ്ട് അംബേദ്കർ തിരിച്ചു വരണം. കാരണം എന്താന്ന് വെച്ചാൽ നാളെ ഈ ചാക്കിൽ ഇരിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ച, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വെള്ളം കുടിക്കാനുള്ള വെള്ളം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടൂല. അവർക്ക് ആ ടാപ്പ് തുറന്നു കൊടുക്കുന്നത് പിയൂണുമാരാണെന്നാ പറയുക. പിയൂണുമാര് ലീവുള്ള ദിവസം അംബേദ്കറിന് വെള്ളം കുടിക്കാൻ പറ്റൂല. മറ്റുള്ളവരൊക്കെ എന്തിനത്ര ഇടങ്ങാറായി പഠിക്കണമെന്ന് പറഞ്ഞ് ആരും സ്കൂളിൽ പോകാൻ മെനക്കെടൂല. പക്ഷെ അംബേദ്കർ അതല്ല ചെയ്തിരുന്നത്. അംബേദ്കറിന്റെ അച്ഛന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എൻ്റെ മക്കൾക്ക് കൊടുക്കണം, അത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അംബേദ്കറെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുക്കി വിട്ടത്. അതുപോലെ തന്നെ ലൈറ്റ്, ഇപ്പൊ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങാടിയിലൊക്കെ അതുപോലെ ട്യൂബ് ലൈറ്റിന്റെ ചോട്ടിലിരുന്ന് കണ്ടാണ് അംബേദ്കർ പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ. ഇന്ന് ഞങ്ങൾക്കൊന്നും ഏതായാലും ആ ഗതിയൊന്നുമില്ല, അതിൽ നിന്നൊക്കെ ഞങ്ങൾ മോചിതരായിട്ടുണ്ട്. അപ്പോ ഞങ്ങളെ ഈ സമുദായത്തിന് ഇതിനൊക്കെ അംബേദ്കറുടെ ദിനാചരണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇത് ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്നതും ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് പകരുന്നതും ഒരു ദിവസമാണ് ഇന്നൊക്കെ. കാരണം ഞങ്ങളുടെ ദളിതരുടെ ഒരു മഹാതായ വ്യക്തിയെ ഓർമ്മിക്കുക, അദ്ദേഹത്തിന്റെ 2 വാക്കുകൾ പറയുക, ഇന്നും അദ്ദേഹം നമ്മുടെ ഇന്ത്യന്റെ നെറുകൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഞങ്ങൾക്ക് അഹങ്കാരവും അഭിമാനവുമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.